പരിശുദ്ധ റമളാൻ 20-നാണ് മഹാനരായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇബ്നുൽ മുൽജിം എന്ന ശത്രുവിന്റെ വാളിന്റെ വെട്ട് നെറ്റിത്തടത്തിൽ കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. നാഥനായ അല്ലാഹു മഹാനരായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോടൊപ്പം സ്വർഗം പുൽകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഈ രാത്രി അവിടത്തേക്കൊന്ന് സ്മരിക്കുകയാണ്. അവിടുത്തെ ജനനം തന്നെ വിശുദ്ധമായ കഅബയുടെ ഉള്ളിലാണ്. കഅബയുടെ ഉള്ളിൽ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ ഈ ലോകത്തേക്ക് പ്രസവിച്ചിട്ടപ്പോ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനിട്ട പേര് അസദ് എന്നാണ്. അസദ് എന്ന് പറഞ്ഞാൽ സിംഹം. അത് ഖൈബറിന്റെ രണഭൂമിയിൽ പോരടിക്കുമ്പോൾ, മുറഹിബുമായി യുദ്ധം ചെയ്യുമ്പോൾ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുറഹിബിനെ വെല്ലുവിളിച്ചുകൊണ്ടൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അനല്ലദീ സമ്മത്തിനി ഉമ്മി ഹൈദറ കലൈസി ഗാബാത്തിൻ കരീഹിൽ മൻളറ. എടാ മുറഹിബേ, ഞാൻ ആരെന്നറിയോ? ഞാൻ സിംഹക്കുട്ടിയാണ്. അനല്ലദീ സമ്മത്തിനി ഉമ്മി ഹൈദറ, എന്റെ ഉമ്മ എനിക്ക് പേരിട്ടത് സിംഹമെന്നാണ്. കലൈസി ഗാബാത്തിൻ കരീഹിൽ മൻളറ, വനാന്തരങ്ങളിൽ ജീവിക്കുന്ന സിംഹങ്ങളിൽപ്പെട്ടൊരു വലിയ സിംഹമാണടാ ഞാൻ എന്ന് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുറഹിബിനോട് പറഞ്ഞത് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സ്നേഹമാണ് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ പ്രിയപ്പെട്ട മകൾ കരളിന്റെ കഷ്ണം ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തു കൊടുത്തു. സയ്യിദുൽ ശുബാബി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ യുവാക്കളുടെ നേതാക്കളായ സയ്യിദുന ഹസൻ വ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരുടെയും പിതാവായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്ത ഒട്ടുമിക്ക യുദ്ധങ്ങളിലും പതാകവാഹകനായി അല്ലാഹുവിന്റെ റസൂൽ തിരഞ്ഞെടുത്തത് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ബദറിലും അതെ, ഉഹദിലും അതെ. ഉഹദിൽ പോരടിച്ചു കൊണ്ടിരിക്കുമ്പോൾ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് വെട്ടുകൊണ്ടു. പതാക പിടിച്ചിരുന്ന കൈക്ക് വെട്ടുകൊണ്ടപ്പോ പതാക നിലത്തു വീണു. പതാക നിലത്തു വീണപ്പോൾ ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അലിയുടെ ധീരത അറിയുന്ന റസൂലുള്ളാഹി പറഞ്ഞു, ലഊഹു ഫീ യദിൽ ഉസ്റാ ഫഇന്നഹു സാഹിബു ലിബാഇ ഫിദ്ദുനിയ വൽ ആഖിറ. സയ്യിദുനാ റസൂലുള്ളാഹി, സ്വഹാബത്തെ, ആ പതാക എടുത്ത് അലിയുടെ ഇടത് കയ്യിൽ കൊടുക്കൂ. അലി ആ ഇടത് കയ്യിൽ പതാക പിടിച്ചുകൊണ്ട് പോരടിച്ചു കൊള്ളും. കാരണം അലി സാഹിബു ലിബാഇ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അലി എന്റെ പതാക വാഹകനാണെന്ന് മുഹമ്മദ് മുസ്തഫ. ദുനിയാവിൽ മാത്രമല്ല, അലിയാര് തങ്ങൾ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന ലിവാഉൽ ഹംദ് എന്ന പരലോക വിചാരണയുടെ നാളിലെ ആ റസൂലുള്ളാഹിയുടെ കുടി പിടിക്കുന്നതും സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ധീരനാണ്, വില്ലാളി വീരനാണ്, വിജുകേശുവ, വലിയ മഹത്വമുള്ള സ്വഹാബിയ. ഒരു ദിവസം സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അലിയാര് തങ്ങളെ കുറെ നേരം ഇങ്ങനെ നോക്കി നിന്നു. അധിക സമയം ഇങ്ങനെ നോക്കി നിന്നപ്പോ അവിടുത്തെ പ്രിയപ്പെട്ട മകൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല വാപ്പ, നിങ്ങളെന്താ പതിവില്ലാതെ അലീനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ് അലീന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നത്? അപ്പോഴാണ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്,
അന്നളുറു ഇലാ വജ്ഹി അലിയിൻ ഇബാദാ. നബി മുഹമ്മദ് മുസ്തഫ എന്റെ മുത്തായ നബി തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അലിയിന്റെ മുഖത്തു നോക്കിയിരിക്കുന്നത് പോലും ഇബാദത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത്രയ്ക്ക് വലിയ പവറുള്ള മഹാമനുഷ്യനാണ് ആര്? സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു. ഇമാം തിരുമദി തങ്ങൾ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അനദാറുൽ ഹിക്മ വഅലിയുൻ ബാബുഹാ أنا مدينة العلم وعلي بابها فمن أراد العلم فليأته من بابها. سيدنا رسول الله أنا دار الحكمة. ഞാൻ ആത്മജ്ഞാനത്തിന്റെ വീടാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലുള്ള പറയാണ്, ഞാൻ ആത്മജ്ഞാനത്തിന്റെ ഭവനമാണ്, വീടാണ്. വഅലിയുൻ ബാബുഹാ, ആത്മജ്ഞാനത്തിൽ പ്രവേശിക്കാനുള്ള കവാടം അലിയാണ്. ഞാൻ ആത്മജ്ഞാനത്തിന്റെ വീടാണ്. ആ വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കടക്കണമെങ്കിൽ അലിയാകുന്ന വാതിലിലൂടെയേ കടക്കാൻ പറ്റുള്ളൂ. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയുണ്ട്, അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ. ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, ഞാൻ ഇൽമിന്റെ കേന്ദ്രമാണ്, ഞാൻ ഇൽമിന്റെ പട്ടണമാണ്. അലിയോ വഅലിയുൻ ബാബുഹാ, അലി ആ പട്ടണത്തിൽ പ്രവേശിക്കാനുള്ള കവാടമാണ്, വാതിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് അലിന്റെ ബഹുമാനം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫമൻ അറാദൽ ഇൽമ ഫൽയഅതിഹി മിൻ ബാബിഹാ. അലിയുടെ വാതിലിലൂടെ അല്ലാതെ ഒരാൾക്കും ഇൽമ നേടാൻ പറ്റൂല. മുഹമ്മദ് മുസ്തഫ അലിയാകുന്ന കവാടത്തിലെത്താതെ, അലിയാകുന്ന കവാടത്തിലൂടെ കടക്കാതെ ഒരാൾക്കും ഇൽമ കിട്ടൂല. ഫമൻ അറാദൽ ഇൽമ, ഇൽമ ആർക്കെങ്കിലും വേണോ, ഇൽമ ആർക്കെങ്കിലും വേണോ, ഫൽയഅതിഹി മിൻ ബാബിഹാ, അതെന്റെ അലിയാര വാതിലിലൂടെ കടന്നാലേ കിട്ടൂ. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ മുഴുവൻ ഉലമാക്കളായ നമ്മുടെ ഉസ്താദുമാരുടെ ഒക്കെ ഇൽമ അങ്ങനെ ചെന്ന് 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 മുട്ടുന്നത് സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് തങ്ങളിലാണ്. അല്ലാഹുവേ, അവിടുത്തെ ഇൽമിൽ നിന്ന് ഞങ്ങൾക്ക് നീ കോരി തരണേ അല്ലാഹ്. വലിയ ധീരനാണ്, ഇല്ലാളി വീരനാണ്, വലിയ ധൈര്യശാലിയാണ് ആര്? സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. കേൾക്കണേ നിങ്ങൾ, അതാ ഖൈബറിന്റെ രണഭൂമിയാണ്, ഖൈബറിന്റെ പോർക്കളമാണ്. മുറഹിബുമായി യുദ്ധം ചെയ്യുകയാണ്. മുറഹിബിന്റെ ഖൈബറിന്റെ കോട്ടയെന്ന് പറഞ്ഞാൽ പ്രവിശാലമായ കോട്ടയാണ്. ആ കോട്ടയ്ക്കൊരു ചുറ്റുവളപ്പുണ്ട്. ആ ചുറ്റുവളപ്പിന്റെ പ്രധാന കവാടമുണ്ട്. ആ ചുറ്റുവളപ്പിൽ ഒരു പ്രധാന കവാടമുണ്ട് കേട്ടോ. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ ബിദായത്ത് വൻ നിഹായയിൽ ഈ ചരിത്രം പറയുന്നുണ്ട്. ഏത് ഖൈബർ യുദ്ധം പറയുന്ന സ്ഥലത്ത് പറയുന്നു, അന്ന യഹൂദിയൻ ലറബ അലിയാ, ഒരു യഹൂദി വന്നിട്ട് ഖൈബറിന്റെ പോർക്കളത്തിൽ വെച്ചിട്ട് അലിയാർ തങ്ങളെ വെട്ടുകയാണ്. ഫതറഹാ തുർസുഹു, അലിയാർ തങ്ങളെ പരിച കൊണ്ടാ വെട്ടിങ്ങനെ തടുക്കുമ്പോൾ അലിയാർ തങ്ങളെ പരിച രണ്ടായി പൊട്ടിപ്പോയി. യുദ്ധം ചെയ്യണ്ടേ, പരിച വേണ്ടേ? ശത്രു പിന്നെ വെട്ടാൻ വരികയാണ്. പരിചയ്ക്ക് പകരം മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഫതനാവല ബാബൻ ഇൻദൽ ഹുസ്നി, മുറഹിബിന്റെ
കോട്ടയുണ്ടല്ലോ, ആ കോട്ടവളപ്പിൽ പ്രധാന കവാടമായി സ്ഥാപിച്ചിട്ടുള്ള ആ വലിയ കവാടം അലിയാർ തങ്ങള് ഏതാ കോട്ടയുടെ പ്രധാന കവാടം ഒരാളല്ല 50 ആളല്ല 100 ആള് പിടിച്ചാ പോലും അനങ്ങാത്ത മുറഹിബിന്റെ കോട്ടയുടെ കവാടം അലിയാർ തങ്ങൾ പിടിക്കുകയാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ഒരൊറ്റ പിടിയാണ്. അത് അലിയാർ തങ്ങളെ കയ്യിലേക്ക് ഇങ്ങ് പറഞ്ഞു വന്നു. അത് പരിചയാക്കിയാണ് അലിയാർ തങ്ങൾ അവസാനം വരെ യുദ്ധം ചെയ്തത്. പരിചയ്ക്ക് പകരം അവന്റെ കോട്ട വളപ്പിലെ കവാടം പിടിച്ചെടുത്തു എന്ന്. സുബ്ഹാനല്ലാഹ്, എത്ര ധൈര്യമാണല്ലേ. സ്വഹാബത്ത് പിന്നീട് പറയുകയാണ്, അലിയാർ തങ്ങൾ പറിച്ചെടുത്ത് പരിചയായി യുദ്ധം ചെയ്ത കവാടം വേറൊരു ഭാഗത്തേക്ക് അലിയാർ തങ്ങളങ്ങ് മാറ്റിയിട്ടപ്പോൾ ഫലം യഹ്മിലൂഹു ഇല്ലാ 40 റജുലാ, അത് ഞങ്ങൾ പോയെന്നുയർത്താൻ നോക്കുന്നു, നടക്കുന്നില്ല. 1 ആള് 2 ആള് 3 ആള് 4 ആള് 40 ആള് പൊക്കിയതിനു ശേഷമാണ് ആ കവാടം ഒന്ന് ഉയർത്താൻ കഴിഞ്ഞതെന്ന് മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നു. 40 ആള്. ഇത് കെട്ടുകഥയല്ല. ലോക പ്രശസ്ത പണ്ഡിതൻ എല്ലാവരാലും അംഗീകാരമുള്ള ഇബ്നു കസീർ തങ്ങൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്, ആ കവാടം 40 ആള് എന്ന് പിടിച്ചിട്ടാ പൊങ്ങിയത്. അലിയാർ തങ്ങൾ എന്റെ കൈ കൊണ്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് പറഞ്ഞു പിടിച്ചപ്പോ അതിങ്ങി പോയിരുന്നു. റബ്ബിൽ തവക്കുലാക്കേണ്ട വിധം ഒരാളൊരു കാര്യം ചെയ്താൽ അള്ളാഹു അവിടെ സഹായം ചെയ്തു കൊടുക്കോ. ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി അവിടുത്തെ മദാരിജുൽ സാലിഖീൻ എന്ന ഗ്രന്ഥത്തിൽ തവക്കുലിന്റെ അധ്യായത്തിൽ ഈ സംഭവം കൊണ്ടുവന്നിട്ട് പറയുന്നു, വലൗ തവക്കലൽ അബ്ദു അലല്ലാഹി ഹഖ തവക്കുലിഹി ഫി ഇസാലത്തി ജബലിൻ അൻ മകാനിഹി വകാന മഅ്മൂറൻ ബിഇസാലത്തിഹി. ഒരാൾ തവക്കുലാക്കേണ്ട വിധത്തിൽ തവക്കുലാക്കി ഒരു കാര്യത്തിനിറങ്ങിയാൽ, ഉദാഹരണത്തിന് ഫി ഇസാലത്തി ജബലിൻ അൻ മകാനിഹി വകാന മഅ്മൂറൻ ബിഇസാല, ഒരു വലിയ ഉറച്ചതായ പർവ്വതത്തിന്റെ മുമ്പിൽ ചെന്ന് മനുഷ്യന്മാർക്ക് പർവ്വതം പിടിച്ച് അനങ്ങുമോ? പക്ഷെ അള്ളാഹുവിൽ തവക്കുലാക്കേണ്ട വിധം ആ പർവ്വതത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ആ പർവ്വതത്തെ പിടിച്ചാൽ അത് കുലുങ്ങി മാറിപ്പോകുമെന്ന് മഹാന്മാർ. അത് മാറിക്കൊടുക്കും പർവ്വതം. അവിടെ പിന്നെ ആളെ വലിപ്പവും ആളെ ധൈര്യമൊന്നുമല്ല, പിന്നെ അള്ളാഹുവിന്റെ സഹായം. അത് തന്നെയാണ് ഖൈബറിൽ കണ്ടത്. വലിയ ധൈര്യശാലിയാണ് ആര്? സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ഖതലുൽ കുഫാറൂന ളരിബു ഉൻഖിൽ കസ്റാ അലി ഹൈദർ അസദുല്ലാഹ് അലൈഹിസ്സലാം. ഒറ്റയ്ക്ക് നിന്നും പോരടിക്കുക ആയിരങ്ങളോട് വേണമെങ്കിലും. അത്രയ്ക്ക് ധീരനാര്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. നാഥനായ റബ്ബേ, ഈ പരിശുദ്ധമായ റമളാനിന്റെ അനുഗ്രഹീതമായ ഈ രാത്രിയിൽ അവിടുത്തേക്ക് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു ഷഹീദായി റബ്ബേ, നിന്റെ റഹ്മത്തിലേക്ക് വന്ന ഈ അനുഗ്രഹീതമായ ഈ രാവിൽ നാഥനായ റബ്ബേ, അവിടുത്തെ മദ്ഹ് പറഞ്ഞതിന്റെ പേരിൽ അവിടുത്തെ അനുസ്മരിച്ചു എന്നൊരൊറ്റ കാരണത്താൽ മഹാനരായ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സ്വർഗം പുൽകാൻ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഉമ്മ വാപ്പമാർ, മശായിഖന്മാർ, ഉസ്താദുമാർ എല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു